സമൂഹത്തിൽ നിശബ്ദമായുണ്ടാകുന്ന ഒരു ഗൗരവമുള്ള പ്രശ്നമാണ് പാമ്പുകളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ. ഒരിക്കൽ കാടുകളിലും വയലുകളിലും മാത്രമായി കണ്ടിരുന്ന പാമ്പുകൾ ഇന്ന് മനുഷ്യരുടെ വാസസ്ഥലങ്ങളിലേക്കും കടന്നുവരുന്ന കിടപ്പുമുറികളിലും, എന്തിന് നമ്മുടെ കട്ടിലുകൾ പോലും പാമ്പുകളുടെ ഇഷ്ടകേന്ദ്രങ്ങളാകുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായ മാറ്റങ്ങളുടെ പ്രതിഫലനമാണിത്. എല്ലാ ജീവജാലങ്ങളെയും പോലെ പാമ്പുകൾ പ്രകൃതിയിലെ ഒരു പ്രധാന ഘടകമാണ്. പരിസ്ഥിതിയുടെ സമതുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ പ്രധാന ഘടകം. എന്നാൽ പാമ്പുകൾ മനുഷ്യർക്ക് സമീപം എത്തുന്നത് വർദ്ധിച്ചു വരുന്ന ഒരു അപകട സൂചനയാണ്. പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മനുഷ്യരുടെ ഇടപെടലുകളാണ്. കാടുകൾ നശിപ്പിച്ച് വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്, കൃഷിയിടങ്ങൾ കുറയുന്നത്, പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെടുന്നത്, ഇവയെല്ലാം പാമ്പുകളെ അവരുടെ സ്വാഭാവിക ഇടങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു. അതിനാൽ അവ ജീവിക്കാൻ പുതിയ ഇടങ്ങൾ തേടി മനുഷ്യരുടെ വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും കടക്കുന്നു. ഇതോടൊപ്പം കാലാവസ്ഥാ മാറ്റവും പ്രശ്നം രൂക്ഷമാക്കുന്നു. കടുത്ത വേനൽക്കാലത്ത് ചൂട് അസഹനീയമായപ്പോൾ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ ഇവയുടെ ചലനം കൂടുതലാകുന്നതിനാൽ ആളുകൾക്ക് അപകട സാധ്യതയും വർദ്ധിക്കുന്നു. പലപ്പോഴും പാമ്പുകൾ വീടുകളുടെ കോണുകളിലും കിടപ്പുമുറികളിലും പോലും കണ്ടെത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഈ പ്രശ്നത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മനുഷ്യരുടെ പ്രതികരണമാണ്. പാമ്പിനെ കണ്ടാൽ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും ശരിയായ സമീപനമല്ല. എല്ലാ പാമ്പുകളും വിഷമുള്ളവയല്ല. പലപ്പോഴും അവ മനുഷ്യരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമല്ല. ഭയം മൂലമുണ്ടാകുന്ന അതിവേഗ പ്രതികരണങ്ങൾ അപകട സാധ്യത കൂട്ടാൻ സാധ്യതയുണ്ട്. വിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റ് ഗുരുതര അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്നതും നിഷേധിക്കാനാവില്ല. അതിനാൽ ഈ വിഷയത്തിൽ ജാഗ്രതയും ബോധവൽക്കരണവും ഒരുപോലെ ആവശ്യമാണ്. പാമ്പ് കടിയേറ്റാൽ ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നത് ജീവൻ രക്ഷിക്കാൻ നിർണായകമാണ്. ഇന്നത്തെ ആരോഗ്യ സംവിധാനങ്ങളിൽ ആന്റിവെനം ചികിത്സ ലഭ്യമായതിനാൽ സമയോചിതമായ ചികിത്സയിലൂടെ പല ജീവനുകളും രക്ഷിക്കാനാകും. അതിനാൽ പാമ്പ് കടിയേറ്റാൽ വൈകാതെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തുക എന്നത് അത്യാവശ്യമാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാകണം. വീട്ടുപരിസരം വൃത്തിയായി സൂക്ഷിക്കുക, കാട് പോലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക, രാത്രിയിൽ വെളിച്ചമില്ലാതെ നടക്കാതിരിക്കുക തുടങ്ങിയ ചെറിയ മുൻകരുതലുകൾ പോലും വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പാമ്പുകളെ പിടിക്കുക എന്നത് ഒരു വിദഗ്ധ ജോലി തന്നെയാണ്. പരിശീലനം ലഭിച്ച സ്നേക്ക് റെസ്ക്യൂ സംഘങ്ങളെ ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. പാമ്പുകൾ നമ്മുടെ ശത്രുക്കളല്ല. അവയും ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ഒരു ഭാഗമാണ്. എന്നാൽ അവരോടൊപ്പം സുരക്ഷിതമായ സഹജീവനം നടത്താൻ മനുഷ്യർ പഠിക്കേണ്ടതുണ്ട്. ഭയത്തെ മറികടന്ന് അറിവോടെ സമീപിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു സ്ഥിര പരിഹാരം കണ്ടെത്താനാകൂ. ഇന്ന് നമുക്ക് ആവശ്യമായത് ഭയമല്ല, ബോധവൽക്കരണമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.